സംസ്ഥാനത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ തുടരുമ്പോൾ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി കോട്ടയം മാറുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടനെ വീണ്ടും മത്സരിപ്പിക്കാൻ LDF-ൽ ധാരണയിലെത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിനു ശേഷം ഏകകണ്ഠമായി തോമസ് ചാഴിക്കാടനെ മത്സരിപ്പിക്കാൻ ജോസ് കെ മാണി പ്രഖ്യാപനത്തിലൂടെ നടത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് ജോസഫ് വിഭാഗത്തിനുള്ളിൽ ഈ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തുടക്കം കുറിച്ചത്. ഈ സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുക്കണമോ അതോ ജോസഫിന് നൽകണമോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ PJ ജോസഫിനും കൂട്ടർക്കും ഈ സീറ്റ് മത്സരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. ഇതിനിടയിൽ ഇങ്ങനെ ഒരു തീരുമാനം വന്നതിന് പിന്നാലെ ജോസഫ് വിഭാഗത്തിനുള്ളിൽ ഒന്നിലേറെ ആളുകൾ മത്സരിക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഫ്രാൻസിസ് ജോർജ്, PC തോമസ്, പ്രിൻസ് ലൂക്കോസ്, സജി മഞ്ഞക്കടമ്പൻ, ഒപ്പം തന്നെ KM മാണിയുടെ മകളുടെ ഭർത്താവായിട്ടുള്ള MB ജോസഫും ഫ്രാൻസിസ് ജോർജും PC തോമസും ഒക്കെ തന്നെ മത്സരിക്കാൻ വലിയ തോതിലുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇതിനിടയിൽ കേരള കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സജി മഞ്ഞക്കടമ്പൻ തനിക്ക് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നു. അങ്ങനെ 5ഓളം ആളുകൾ ഈ കോട്ടയം സീറ്റിന് വേണ്ടി രംഗത്ത് വന്നത് ജോസഫിനും കൂട്ടർക്കും തലവേദന സൃഷ്ടിച്ചു. അതിനിടയിൽ പല തരത്തിലുള്ള ആലോചനകൾ ഉണ്ടായി. അങ്ങനെ ആലോചനകൾക്കിടയിൽ ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് ജോസഫ് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തീരുമാനത്തിലെത്തിയെങ്കിലും UDF-ലെ തമ്മിലടി മൂലം ഈ കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. UDF-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് മൂന്നാമതൊരു സീറ്റും കൂടി വേണമെന്നുള്ള ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവർ ഡൽഹിയിൽ പോയി ഹൈക്കമാൻഡ് പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്തിമ ധാരണയിൽ എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾ അനന്തമായി നീണ്ടുപോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ UDF-ൽ ഒരു ധാരണയിലെത്താത്ത സാഹചര്യത്തിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് UDF നേതൃത്വം എത്തി. അതുകൊണ്ട് തന്നെ ജോസഫിനാണെങ്കിൽ സ്വന്തം പാളയത്തിലെ പടം മൂലം ഒരു തരത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തുന്നു. അതിനിടയിൽ UDF-ൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി, അങ്ങനെ ആകെ കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ K സുധാകരൻ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. കോൺഗ്രസിൽ കോട്ടയത്ത് മത്സരിക്കാൻ നല്ല സ്ഥാനാർത്ഥി ഉണ്ട്, മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി ഉണ്ട്. അതുകൊണ്ട് കോട്ടയം ജോസഫ് വിഭാഗത്തിൽ നിന്നും കോൺഗ്രസ് തിരിച്ച് ഏറ്റെടുക്കുമെന്ന തരത്തിലുള്ള ഒരു പ്രതികരണം KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പിന്നീട് അദ്ദേഹം ആ പ്രസ്താവന തിരുത്തിയെങ്കിൽ കൂടിയും അത് ജോസഫ് ഗ്രൂപ്പിനിടയിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പത്തിനും ഒപ്പം തന്നെ അഭിപ്രായ ഭിന്നതയ്ക്കും ഇടയാക്കി. അങ്ങനെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്നതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ തങ്ങൾക്ക് ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തീരുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ജോസഫ് എത്തിയത്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനന്തമായി നീണ്ടുപോവുകയാണെങ്കിൽ ജോസഫിന് രാഷ്ട്രീയ പാർട്ടിയിലെ തർക്കങ്ങൾ, അങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ജോസഫും കൂട്ടരും കണക്ക് കൂട്ടുന്നത്. മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MP-യുമായിട്ടുള്ള തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെ ഒട്ടേറെ കാര്യങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പൂർത്തീകരിച്ച, പ്രത്യേകിച്ച് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം പ്രാദേശിക ഫണ്ട് ചെലവഴിക്കപ്പെട്ട MP-മാരിൽ ഒരു പ്രധാനപ്പെട്ട ആളായി മുഖ്യധാരയിൽ ഒന്നാമനായി തന്നെ നിൽക്കുന്ന ഒരാളാണ് തോമസ് ചാഴിക്കാടൻ. അങ്ങനെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ അദ്ദേഹത്തിന്റെ വികസന പദ്ധതികളുടെ പൂർത്തീകരണോദ്ഘാടനം ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി അദ്ദേഹം പ്രധാനപ്പെട്ട ആളുകളെ നേരിൽ കാണുന്നു, വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങി പ്രചാരണ രംഗത്ത് ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ കോട്ടയത്തെ ചുമരുകളിലൊക്കെ തന്നെ തോമസ് ചാഴിക്കാടനെ വിജയിപ്പിക്കുക എന്ന തരത്തിലുള്ള ചുവരെഴുത്തുകളും നിറഞ്ഞു കഴിഞ്ഞു. ബാനറുകൾ, ഒപ്പം തന്നെ പോസ്റ്ററുകളൊക്കെ തന്നെ സജീവമായിട്ടുണ്ട് മണ്ഡലത്തിൽ. അങ്ങനെ പ്രചാരണ രംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ സ്ഥാനാർത്ഥി എത്രയും വേഗം പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ജോസഫ് വിഭാഗം എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 11 മണിയോടുകൂടി ജോസഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അവരുടെ പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഇന്ന് 11 മണിയോടുകൂടി അവരുടെ ബന്ധപ്പെട്ട കമ്മിറ്റികൾ ചേർന്നതിന് ശേഷം കോട്ടയത്ത് PJ ജോസഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എങ്കിലും ആ പാർട്ടിയിലെ പ്രതിസന്ധി അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല MB ജോസഫാണ് ഇപ്പോഴും തനിക്ക് മത്സരിക്കാൻ സീറ്റ് വേണമെന്നുള്ള ആഗ്രഹവുമായി അദ്ദേഹം രംഗത്തുള്ളത്. തനിക്ക് സീറ്റ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം നമ്മളുമായി പങ്കുവച്ചത്. 50% സാധ്യത തനിക്കുണ്ട് എന്നാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ആരെയാണ് ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ MB ജോസഫ് എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ വലിയ കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഇന്ന് PJ ജോസഫിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ UDF നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. കീർത്തി. ശരി, സനോജാണ് വിവരങ്ങൾ.